ബേബിയുടെ വീട്ടില് സ്പേസ്മാൻ കണ്ടാലും വീട്ടിൽ സ്റ്റാർ കിട്ടിയ ചിമ്പീട്ടി. ലെറ്റ്സ് ഡാൻസ്. നല്ല വ്യൂ. റൗണ്ട് സ്പേസിൽ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ നമ്മുടെ കിൻഡർ ജോയുടെ മറ്റേ പേപ്പർ സ്കാൻ ചെയ്ത് നമ്മള് എന്തൊക്കെയായിരിക്കും വെറൈറ്റി ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇനി ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ടോയ് മാത്രമായിട്ട് വിചാരിച്ചിരിക്കും, പക്ഷെ ഇവരുടെ സ്പെഷ്യൽ ആപ്പ് ഉണ്ട്, ആപ്പിളിഡ് എന്ന് പറഞ്ഞ ആപ്പ്. ആ ആപ്പിൽ നമ്മൾ ഈ ടോയ് സ്കാൻ ചെയ്താൽ ടോയ് ലൈവ് ആയിട്ട് വരും. എന്നിട്ട് ടോയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കളർ ഇരിക്കാം, ടോയിനെ നമുക്ക് പറയുന്ന ഇത് സ്ഥലത്തേക്ക് മാറ്റാം, പിന്നെ ടോയിനെ അടുത്ത് സംസാരിക്കാം, അങ്ങനെ മറ്റേ മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം, ടോയ് അങ്ങനെ. അപ്പൊ നമുക്ക് അവന് ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ടോയും നമുക്ക് മാക്സിമം നല്ല നല്ല ടോയ്സ് മാത്രം കവർ ചെയ്യാൻ നോക്കാം. എല്ലാ ടോയും ചെയ്യാൻ പറ്റുന്ന നോക്കാം, ഭയങ്കര വീഡിയോ ലെന്തോ. നമുക്ക് മാക്സിമം നല്ല സൂപ്പർ ടോയ്സ് മാത്രം എടുത്ത് കാണിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ടോയ്സിന് കൂടെ കുറെ പേപ്പേഴ്സ് കിട്ടും. ആ പേപ്പറിൽ നമുക്ക് ഓരോരോ ടോയിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്, എന്തെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് നമുക്ക്. അതിന്റെ കൂടെ തന്നെ ഒരു QR കോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ QR കോഡ് സ്കാൻ ചെയ്ത പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇതിന്റെ ഒരു സ്പെഷ്യൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ, ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഈ ടോയ് സ്കാൻ ചെയ്താൽ മതി. സോ ഒരു ടോയ് വെച്ചിട്ട് ബാക്കി ഒരു പേപ്പർ വെച്ചിട്ട് എല്ലാ ടോയ്സും കളിക്കാം. ബേസിക്കലി ഇത് QR കോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഏത് ടോയ് എല്ലാ ടോയും നമുക്ക് സ്കാൻ ചെയ്തിട്ട് അതിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ പേപ്പറിന് ആവശ്യം, ശരി പറയുകയാണെങ്കിൽ പേപ്പറിന് ആവശ്യമില്ല. പേപ്പർ നമുക്ക് ഈ സാധനം ഫിക്സ് ചെയ്യാൻ മാത്രം മെയിൻ ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഡയറക്റ്റ് ആപ്പിൽ പോയാൽ ടോയ് ഡയറക്റ്റ് നമ്മുടെ ആപ്പിലോ ടാബിലോ എങ്ങനെയും സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി സാധനം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക. ഓക്കെ, പ്ലേ സ്റ്റോർ എടുത്തിട്ട് ആപ്ലൈഡു APPLAYDU ആപ്ലൈഡു ഫാമിലി ഗെയിംസ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു 400 MB ഉണ്ട്, ഇത്ര സമയം എടുക്കും ഇൻസ്റ്റാൾ ആവാനായിട്ട്. നമുക്ക് പ്ലേ അടിക്കാം. ഇത് ശരിക്കും ഒരു വേൾഡ് ആണ് അല്ലേ, കിൻഡർ ജോയ് വേൾഡ്. സോ ബേസിക്കലി പാരന്റ്സിനുള്ള ഒരു ഡിസ്ക്ലെയിമർ പോലെയാണ് എന്ത് സംഭവം എന്നൊക്കെ പറയുന്നൊക്കെ. കൊച്ചിന്റെ ഏജ് സെലക്ട് ചെയ്യുക. നമ്മുടെ ചിമ്പനെ 3 years ആയിട്ടുള്ളവൻ 3 സെലക്ട് ചെയ്യുക, ബോയ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് നമ്മുടെ കൊച്ചിനെ കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ കൊച്ചിനൊരു അവതാർ പോലെയത്. ഓക്കെ, അപ്പൊ ബേസിക്കലി അവരിടുന്ന ഡ്രസ്സ്, പിന്നെ ഫേസ്. ഡ്രസ്സ് നമുക്ക് ബ്ലൂ എടുക്കാം, ചിമ്മിക്ക് ബ്ലൂ ഇഷ്ടം. ബ്ലൂ അല്ലേ ഇഷ്ടം ചിമ്മിക്ക്? ഫേസ് നമുക്ക് കളർ കൊടുക്കാം. നമ്മളൊരു ഇന്ത്യൻ സൈഡ് നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, വീട്ട് കൊടുക്കാം. പിന്നെ ഹെയർ സ്റ്റൈൽ. ഓക്കെ, പിന്നെ നമുക്ക് കൊച്ചിനെ അങ്ങോട്ട് തിരിക്കാൻ തോന്നുന്നു. ഇത് മുടീന്റെ കളറ് ബ്ലാക്ക് കൊടുക്കുക. പിന്നെ കണ്ണ് എങ്ങനെ വേണമെന്ന് നമുക്കൊരു ബ്ലൂ കണ്ണാണ് വേണ്ടത്. ബ്ലൂ വേണമെന്ന്. ഓക്കെ, ഈ ബ്ലൂ മതിയാ? ബ്ലൂ അല്ലെ നമുക്ക് സാധനം മതി. ഉണ്ടക്കണ്ണ് വേണം ചിമ്പ. ഓക്കെ, എന്റെ നിക് നെയിം. അപ്പൊ നമ്മുടെ കൊച്ചിന് ആക്ച്വൽ പേര് ദാവീദ, പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് ചിമ്പ. അപ്പൊ നമുക്ക് ചിമ്പ തന്നെ എടുക്കാം. ചിമ്പ. എൻ്റെ ഒരു ഇമെയിൽ. ഇത് പാരന്റ്സിന് കുറെ ട്രാക്ക് ചെയ്യാനുള്ളതൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രോഗ്രസ് എന്താ പറയാ, എത്ര സമയം ഈ ആപ്പ് കളിക്കണം, അങ്ങനത്തെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് തന്നെ പാരന്റ്സിന് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ഇമെയിൽ ഐഡി അടിക്കട്ടെ, നിങ്ങൾ കാണണ്ട. ചിമ്പ കളിക്കണ്ടേ നമുക്ക്? ഓക്കേ, റെഡി ചിമ്പ? അപ്പ റെഡി. കാണിക്കും. അപ്പൊ ഇമെയിൽ ഐഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റ്സ് ഓൺലി ഏരിയയിലേക്ക് ആക്സസ് കിട്ടാനുള്ള ഒരു പിൻ നമ്പർ അടിക്കണം. ഓക്കെ, ഇത് ഹൈഡ് ചെയ്തു. ഞാൻ എന്റെ പിൻ നമ്പർ അടിക്കട്ടെ. ചിമ്പിയും കാണണ്ട. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് ഒരു കൺഫർമേഷൻ ഇമെയിൽ പോകും. കാണിച്ചോ? ഓക്കെ, ഇതിൽ ചോദിക്കുന്നത് ഡു യു ഹാവ് എ ക്യാരക്ടർ ടു സ്കാൻ. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ആപ്പിന്റെ ബാക്കി ഫീച്ചേഴ്സ് ആണ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉള്ള കാരണം നമുക്ക് അതെടുക്കാം, സ്കാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ട്യൂട്ടോറിയൽ, സിമ്പിൾ ട്യൂട്ടോറിയൽസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. കണ്ടോ, ഇത് സ്കാനിന്റെ ഓപ്ഷൻ ഓൾറെഡി കാണിക്കുന്നുണ്ട്.
ഓക്കെ. ആസ് യൂഷ്വൽ പാരന്റ്സിനുള്ള ഒരു വാർണിംഗ് നല്ല ഒരു മെസ്സേജ്, എങ്ങനെയാ സമയം വർക്ക് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ടൊക്കെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ആക്സസ് ചോദിക്കും, കാരണം ഇത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഒരു ആപ്പ് സ്കാൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പേസ് മാൻ ആദ്യം എടുത്ത് നോക്കാം കേട്ടോ. ഈ സ്പേസ് മാൻ നമുക്ക് താഴെ വെക്കാം. ഒരു ഡെസ്കിൽ എവിടെയെങ്കിലും വെച്ചാലും മതി, ജസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്ക്വയറിന്റെ ഉള്ളില് ഇത് വെക്കണം. നമ്മുടെ സ്പേസ് മാൻ ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ. ഇത് വേണം നമുക്ക് ഇങ്ങനെ സൂം ചെയ്യാം, സൈസ് അനുസരിച്ച് മാറ്റാം, കുറച്ച് വലുതാക്കുക, നല്ല കാണുള്ളൂ നമുക്ക്. ഇത്തിരി ബേബിയുടെ വീട്ടില് സ്പേസ് മാൻ കണ്ടാലും വീട്ടിൽ. സോ ഈ ടോയ് ആണ് ഇപ്പൊ ലൈവ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മള് സ്ക്രീനിൽ ടാപ്പ് ചെയ്യണ അനുസരിച്ച് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് പോകും. ഓക്കെ, സ്കാൻ ചെയ്തു. ഇനി ഈ ടോയ് ഇവിടെ വയ്ക്കാം. ഇനി സ്പേസ് മാൻ വെച്ച് കളിക്കാം. ഓക്കെ, ഇപ്പൊ ഇതില് ഇനിയുള്ളത്, ഇപ്പൊ ഇതില് സൂം ഇൻ സൂം ഔട്ട് മാത്രമല്ലോ. നമുക്ക് തിരിച്ചു പോയിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കണ്ടുപിടിക്കും. ഇത്തിരി വോളിയം കുറയ്ക്കാം. ഇതാണ് കിൻഡർ ജോയ് വേൾഡ്. യെസ്, ഒരു ഇൻഡിവിജ്വൽ ഐലൻഡ്സ് ഉണ്ട്, നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇതില് സ്പേസ് മാന് ഇവര് കാണിക്കുന്നത്, ഫിംഗർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഓ, സ്പേസ് മാനെ ഇപ്പൊ ചെളി പിടിച്ചിരിക്കുക ഗൈസ്. അപ്പൊ നമുക്ക് സ്പേസ് മാനെ നമുക്ക് കുളിപ്പിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഡ്രയർ വെക്കണം. സ്പേസ് മാൻ ഹാപ്പിയാണ്. ബോൾ ഇട്ട് കൊടുക്കാം നമുക്ക്. ബോൾ ഇട്ട് കൊടുത്ത സ്പേസ് മാൻ അത് എടുത്തിട്ട് വരും, കളിക്കും. ഈ ബോൾ ഇട്ടാലോ, ഓക്കെ. ഇപ്പൊ നമ്മള് സ്പേസ് മാനിന്റെ എല്ലാം കഴിഞ്ഞപ്പോ ഒരു പ്രൈസ് റിവീൽ ചെയ്യാനായിട്ട് പറയുന്നു. പുതിയ ഡ്രസ് കിട്ടി, സ്പേസ് മാന് ഡ്രസ് കിട്ടി. നമ്മള് വേറെ നിൽക്കുമ്പോ അപ്പൊ സ്പേസ് മാൻ ഡ്രസ് ഇവിടെ പുതിയത് വന്നിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റില്. പുതിയ സ്പേസ് മാൻ ഡ്രസ് കിട്ടി. മാർസിലേക്ക് പോണം, മാർസിലേക്ക്. ഓക്കെ, ഇതിലിപ്പോ പല്ല് തേക്കാൻ പറയുന്നത്, അത് പല്ല് തേക്കണം. സോ ബേസിക്കലി ഈ ആക്ടിവിറ്റീസ് ഒക്കെ പിള്ളേരെ ഒരു ഗുഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ പേസ്റ്റ് എങ്ങനെയാ ഇടേണ്ടതെന്ന് കാണിക്കാം. ഇപ്പൊ ടച്ച് ഇല്ലേ, ഇങ്ങനെ ചെയ്യണം. ഓക്കെ, തന്നെ ബ്രഷ് ചെയ്യും. അപ്പൊ നമ്മള് കണ്ട ഇവിടെ പാപ്പത്ത് നിന്നിട്ട് കുറെ ഇതുണ്ട്, വേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പല്ല് തേക്കണം. അവിടെ തേച്ചില്ലല്ലേ? ഇവിടെ കുറെ ഡേർട്സ് വന്നു. കണ്ട പല്ല് തേക്കണല്ലേ, പല്ലില് കുറെ ഡേർട്സ് ഇരിക്കും. ഫുഡ് വേസ്റ്റ് ഒക്കെ കളയണം. ഇവിടെ പോയില്ലടാ, നല്ലോണം തേക്കണട്ടാ. കൊറേ വേസ്റ്റ് വരുന്നില്ല. തേക്കുന്ന വേസ്റ്റ് കൂടാണല്ലേ ഈശ്വര. ചിമ്പ ബ്രഷ് ചെയ്ത് ഈ ഗ്രീൻ ബ്രഷ് ചെയ്തോളാം. ഇവിടെ ഗ്രീൻ ടച്ച്. ഗ്രീൻ സ്റ്റാർ കിട്ടിയതാ ചിമ്പിട്ട്. ഇനി പല്ലിലൊക്കെ ഇതാ. അപ്പൊ നമ്മൾ ഗാർഗിൾ ചെയ്യണം. ഗാർഗിൾ എവിടെ ടച്ച് ചെയ്യണ്ട? ഇതിന് ടച്ച് ചെയ്യും. ഗ്രീനിലാണോ ഞെക്കി പിടിക്കണം. ഗ്ലാസ് ഫുൾ ആവണം. കൊറേ വെള്ളം പോയി. അത്ര വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ചിമ്പിട്ട്. ഓക്കെ, സ്റ്റാർ ഈ ബിഗ് സ്റ്റാർ വരെ വരണം ചിമ്പ. നെക്സ്റ്റ് ഇവിടെ നിന്നിട്ട് കൺഗ്രാജുലേഷൻസ്, അപ്ലൈ എ പീ സൈസ്ഡ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ്. കണ്ട അതില് പറയുന്നത് ഇത്തിരി എടുത്താൽ മതി, പീ സൈസ്ഡ് ചെറിയ എടുത്താൽ മതി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത ഡിഫറൻസ് ഇത് പറയുന്നത് കണ്ട. കൂടുതൽ വെള്ളം കളഞ്ഞു, അപ്പൊ വെള്ളം സേവ് ചെയ്യണം.
ചിമ്പി കൊറേ വെള്ളം കളയാൻ പാടില്ല കേട്ടോ ചിമ്പിയിട്ട്. വാട്ടർ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, എന്താ കണ്ട ഇതില് ടൂത്ത് ബ്രഷ് 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കണം, ചെരിച്ച് പിടിക്കണം. നമ്മൾ സ്ട്രേറ്റ് പിടിക്കണം, ചെരിച്ച് പിടിച്ചിട്ട് ചെയ്യണം. സോ ആപ്പ് നമ്മൾ വിചാരിക്കും ഇത് ചുമ്മാ ഗെയിം കളിക്കാൻ മാത്രമുള്ള ഇത് പിള്ളേർക്ക് ആവശ്യമില്ല. പക്ഷെ ഈ സാധനത്തിൽ നല്ലോണം പിള്ളേർക്ക് നല്ല ഗുഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇവരെങ്ങനെ ചെയ്യണം അതിന്റെ ഇപ്പൊ നമ്മൾ പറയില്ല വിഷ്വലായിട്ട് കാണുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് പഠിക്കും. ഇതൊക്കെ നമ്മൾ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്നത് നല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും കിൻഡർ ജോയ് മേടിക്കും ചുമ്മാ പൈസ വേസ്റ്റ് ആകുന്നത്. അതല്ല, ഇവര് നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത പ്രൊഡക്റ്റ്. നമ്മള് സാധാരണ മേടിച്ചിട്ടൊന്നും ചെയ്യില്ല, അവിടെ എടുത്ത് വെക്കും. ചോക്ലേറ്റ് കഴിച്ചു, ടോയ് കളിച്ചോ, അത്രേ ഉള്ളൂ. പക്ഷെ ഈ സംഭവം ആപ്പ് ഉപയോഗിച്ചിട്ട് പിള്ളേരെ നല്ലോണം ഒരു എന്താ പറയാ ലിറ്ററലി മലയാളത്തിൽ ബോധവൽക്കരണം, എൻകറേജ് ചെയ്ത് നല്ലൊരു ഹ്യൂമൻ ബീങ് ആക്കാനായിട്ട്. കൂൾ. നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഈ ടിക്ക് ഞാൻ ഇപ്പൊ പ്രോഗ്രസ് കാണിക്കുക എന്തൊക്കെ ചെയ്യണം. എന്നിട്ട് ഇവിടെ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ചെയ്യ്. സോപ്പ് എടുക്ക്, സോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. അവന്റെ കയ്യില് കൊടുക്ക്. ബാക്ടീരിയസിനൊക്കെ അടിച്ചു കളയണം നമ്മള്. ബാക്ക് ചെയ്യും. ആക്ച്വലി കൊറേ പരിപാടി ഉണ്ടാ. നമ്മള് വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാ വയ്യാണ്ട. ഇനി ഇത് വാഷ് ചെയ്യും. ആ ബബിൾസ് ഒക്കെ പോണം. ചിമ്പ കുളിക്കുമ്പോ ബബിൾസ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ വെള്ളം ഒഴിച്ചല്ലേ പോകുള്ളൂ. ശരിക്കും വെള്ളം ഒഴിക്കി. വെള്ളം വേസ്റ്റ് വൈറ്റ് ബബിൾസിന്റെ അടുത്ത് വൈറ്റ് ബബിൾസ് ഇത്തിരി വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. താഴേക്ക് പോ. ആ യെസ്, അവിടെ ഉണ്ട് കാലിന്റെ. യെസ്. ഇനി ബാക്ക്. കറക്റ്റ് വൈറ്റില് മാത്രം യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ എല്ലാ വാട്ടറും വേസ്റ്റ് ആവും. തോർത്ത്. ഓ നൈസ്. വെള്ളം വരുന്ന ഭാഗത്ത് വെള്ളം വരുന്നത് തോർത്ത് കൊടുക്കുക. നൈസ്. ക്ലീൻ. ഇപ്പൊ പറയുന്നുണ്ട് യൂസ് ടവൽ ടു അബ്സോർബ് ആസ് മച്ച് ആസ് വാട്ടർ ആസ് പോസിബിൾ ബിഫോർ എയർ ഡ്രൈയിങ്. അപ്പൊ എയർ ഡ്രൈ ഉപയോഗിക്കുന്ന മുന്നേ ടവൽ ഉപയോഗിക്കുക. മീനിങ് എന്നിട്ട് നമ്മള് കറണ്ട് വേസ്റ്റ് ചെയ്യില്ലേ. അതാണ് ടിക്ക് അടിച്ചു. അത് കുറെ ഉണ്ടായിരുന്നു. കുറെ ഇത് പറയുന്നുണ്ട് നമ്മള് എങ്ങനെയാ ചെയ്തതിന്റെ ഇതിനനുസരിച്ച്. ഇനി വേസ്റ്റിന്റെ പറ്റിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റുകൾ എടുത്തിട്. ഓരോന്നിനും ഓരോ ഇതുകളുണ്ട്. ഇവിടെ കണ്ട ബോട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ബോട്ടിൽ എടുത്ത് അതിലിട്. ഇതിലിട്. എടുത്ത് അതിലിട്. എടുത്ത് ഇതിലിട്. ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാ. അവിടെ നിക്ക്. അത് ഇത് പാപ്പല്ല. പാപ്പ ഇതിലിട. കണ്ട പാപ്പ ഇതിലിട്. ഫുഡ് വേസ്റ്റ് അതിലിട്. പോട്ടെ. കേട്ടോ. ഈ ഗ്ലാസ് എടുത്ത് ഇതിലിട്. ഓ ഗ്ലാസ് ഇതില്. ഗ്ലാസ് ഇതിലിട്. പേപ്പർ വേസ്റ്റ് അല്ലേ, പേപ്പർ ഗ്ലാസ്. അത് കേട്ടോ. പേപ്പർ വേസ്റ്റ് ഉണ്ട്. പേപ്പർ വേസ്റ്റ് ഇതില്ല. അത് പ്ലാസ്റ്റിക്, പേപ്പർ റീസൈക്കിൾ ചെയ്യണം. ഫുഡ് വേസ്റ്റ് ആണ്. ഫുഡ് വേസ്റ്റ് ഇതിലിട്. ഫുഡ് വേസ്റ്റ് അവിടെ അല്ലേ പോയി. ബോട്ടിൽ ഇതില്. വീണില്ല. ടച്ച് ലൈൻ വരട്ടെ. കേട്ടോ. ബോട്ടിൽ തിരിച്ചിട്ട് പുറത്തേക്ക്. പേപ്പർ വേസ്റ്റ് അതിലിടണം. നീ ഫുഡ് വേസ്റ്റിലാട്ടെ പേപ്പർ ചിമ്പ.
ആ ആക്ടിവിറ്റി കഴിഞ്ഞു. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, ലെവൽ പോലെയോ ലെവൽ 1 ലെവൽ 2 അങ്ങനെ കുറെ ഉണ്ട്. അത് നമ്മള് ബാക്ക് അടിച്ചിട്ട് തൽക്കാലം നമുക്ക് വീഡിയോസിന് നമ്മുടെ വ്യൂവേഴ്സിന് വേറെ കാണിക്കണ്ടേ. നേരത്തെ ഞാൻ മറ്റേ ആരമാർക്ക് മനസ്സിലായില്ല, ഇപ്പൊ ഞെക്കി പിടിച്ചിട്ട് കണ്ട ഇങ്ങനെ തിരിയും കിഡ് കണ്ട കിഡിന്റെ ഫുൾ ഡ്രസ് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അതിനാണ് ഓക്കെ. നമുക്ക് ഇനി വേറെ ആക്ടിവിറ്റി നോക്കാം കേട്ടോ, ബാക്കിലേക്ക് പോവാം. അതിലിപ്പോ കുറെ ഉണ്ട്. ഇതിപ്പോ കളറിങ്, ഇത് വേറെന്താ ആക്ടിവിറ്റി, ഇത് ഫർണിച്ചർ, അങ്ങനെ വീട് ബിൽഡ് ചെയ്യണ എന്തോ ടാസ്ക്. ഇത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ വരയ്ക്കാം. ഷേപ്സ് ആയിരിക്കും. ഷേപ്സ്, കളറിങ് നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാം. കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ സംഭവത്തില്. ശരിക്കും എന്തോരം ആക്ടിവിറ്റീസാ. നമുക്ക് ഇനി വേറെ എടുക്കട്ടെ, വേറെ സ്കാൻ ചെയ്യാം. വേറെന്താ ഫീച്ചേഴ്സ് ഉള്ളത്? ഇതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാന്നുണ്ടല്ലേ. എല്ലാം ഹിസ്റ്ററി സേവ്ഡ് ആയിരിക്കും. ഇതിപ്പോ ഇപ്പൊ ടൈൽ എന്തോ, ഇത് ഫർണിച്ചർ ഡിസൈൻ, ഓക്കെ. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് തിരിച്ച് അടുത്ത ആപ്പ് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഇനി ഏത് ആപ്പ് സ്കാൻ ചെയ്യണ്ട, ഏത് ടോയ് സ്കാൻ വേണ്ട ബേബി? ഇതാ റോക്കറ്റ് ആണ് വേണ്ടേ? ഓ മൈ ഗോഡ്. നമുക്ക് ഇവിടെ വെക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ QR കോഡ്, ആ കൂടെ വന്ന QR കോഡ് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് എടുക്കും ചെയ്യും. ഇതിലിപ്പോ ഡ്രോ, നമ്മൾ നേരത്തെ ഡ്രോയിലേക്ക് പോയി തോന്നുന്നില്ലേ? അല്ല, വേറെലേക്ക് പോയി. നമുക്ക് പ്ലേ ചെയ്യാം ഇപ്പൊ തൽക്കാലം. ഓ റോക്കറ്റ് ചിമ്മിഡി. ഇത് ഓ റോക്കറ്റ് ഒരു പ്ലാനറ്റ് നിന്ന് പോണത്, ഫുൾ പ്ലാനറ്റ്സ്. നമുക്ക് തിരിക്കുകയാണ്. ദ സൺ ഈസ് എ സ്റ്റാർ അറ്റ് ദ സെന്റർ ഓഫ് ദ ഹോൾ സോളാർ സിസ്റ്റം. കണ്ട, അപ്പൊ അവർ പഠിപ്പിക്കുന്നുണ്ട് സൺ എന്താണ്, ക്ലോസസ്റ്റ് പ്ലാനറ്റ് എന്താണ്, മെർക്കുറി. ചിമ്പ 3 വയസ്സായിട്ടുള്ളൂ. ഇത്രയും ഒരു 5-6 വയസ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 8 വയസ്സാകുമ്പോ അവർക്ക് ഭയങ്കര ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇപ്പൊ തൽക്കാലം ഇതിൽ വേറെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം, പെയിന്റിങ് അങ്ങനത്തെ ഇത് കണ്ട എല്ലാ പ്ലാനറ്റിനെ പറ്റി അവർ കാണിക്കുന്നുണ്ട്. ഗ്രാവിറ്റിനെ പറ്റി സംസാരിക്കുന്നു, അതിനെ പറ്റി, ആ പ്ലാനറ്റ്സിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ. നൈസ് അല്ലേ ഇത്? അടിപൊളി. നമുക്കറിയില്ലായിരുന്നു ഏതൊക്കെ പ്ലാനറ്റ്, മറന്നുപോയി. നമുക്ക് വേണേ പഠിക്കാം. അതെ, നല്ല വ്യൂ. റൗണ്ട് ചെയ്യണോ പ്ലാനറ്റ്സ്, ഏത് പ്ലാനറ്റ് ഉള്ള ഈ പ്ലാനറ്റ് ഞെക്കാണെങ്കിൽ കണ്ട ആ കിട്ടി. എർത്തിനെ കുറിച്ച് നമ്മള് ഒരു പ്ലാനറ്റ്, ഇത് മെർക്കുറി, വേറെ ഏത് പ്ലാനറ്റ്, അപ്പുറത്ത് ഇതുണ്ട്. നമ്മുടെ നെപ്റ്റ്യൂൺ. ഇത് യുറാനസ് നെപ്റ്റ്യൂൺ ആണോ നോക്കട്ടെ. യുറാനസ്. കൂളല്ലേ? നമുക്ക് ഇനി വേറെ ആക്ടിവിറ്റീസ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്ത് ബോക്സ് ഉണ്ട്, ബോക്സിൽ നമുക്ക് കിട്ടിയ ടോയ്സ് ഏതാണ്? ഓക്കെ സ്പേസ് മാൻ. എടുത്ത് എവിടെ എന്തെങ്കിലും പ്ലേ ഉണ്ടോ നോക്കട്ടെ. സ്പേസ് മാൻ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റി. ഓരോരോ ടോയ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർലിങ്കും ചെയ്യാനാണ് നമുക്ക് ഇനി അടുത്ത ടോയ്സ്. ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്കാൻ ചെയ്തു, ഇനി വേറെ ഓപ്ഷൻ ഉണ്ട്. സ്പേസ്മാന്റെ സാധനം ചിമ്പ. വാവ്, എഫക്ട്സ് ഉണ്ട് ചിമ്പ. ഇതിലെന്നിട്ട് ചെയ്യാൻ പറ്റാ? ഇതില് കിട്ടിയ വേറെ മാസ്കുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ചിരിച്ച് സ്പേസ്മാൻ ചിമ്പ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. മീൻസ് ചിരിച്ച് ഇത് വേണേ നമുക്ക് എഡിറ്റ് ചെയ്യാം, ബലൂൺസ് ആഡ് ചെയ്യാം. ഹൗസ്, ക്രൗൺ, ബലൂൺസ്. ഇതൊരു ഫേസ് മാസ്കിന് ഭയങ്കര മാച്ച് ആവും. കണ്ട, സേവ് ചെയ്യാം. നമുക്ക് ഇനി വേറെ ടോയ് എടുക്കാം. ഇനി നമുക്കൊരു ഗേൾ ടോയ് എടുത്താലോ? സ്പേസ് നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്തു. അവരാ ബ്രേസ്ലെറ്റും ഇതിന് എന്ത് ഗെയിം കളിക്കാൻ പറ്റും? ബ്രേസ്ലെറ്റിൽ എന്താണോ വരുന്നത്? ബ്രേസ്ലെറ്റ് ഒന്ന് കാണിച്ചെന്നേ. ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്യാം.
ബ്രേസ്ലെറ്റിൽ എന്ത് ഗെയിം കളിക്കാനാണ്? Flat surface before scanning it. യെസ്. ആർട്ടിസ്റ്റ്. ഓ, ബ്രേസ്ലെറ്റിൽ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ഓ ഒരു ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. നോക്കട്ടെ, ഇത്തിരി വലുതാക്കട്ടെ. ഇങ്ങോട്ട് ഓടി പോണു. യെസ്. പക്ഷെ ഇതാ കളറിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് അല്ലേ? അല്ല, ഇതിലാരുള്ള ഫുഡ് നോക്കാം നമുക്ക്. ഇതിപ്പോ മൈക്ക് ഓപ്ഷൻ ഉണ്ട്. ഡിയർ പാരന്റ്സ് ആപ്പിലോട്ട് വുഡ് ലൈക്ക് ടു ആക്സസ് ചെയ്യും. അപ്പൊ മൈക്ക് ആക്സസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മൈക്ക്. ചിമ്പ മൈക്ക് സംസാരിക്കുക. ഓർക്കനെ അതെ, ഒന്നോട് പറയും. ഇവിടെ 6 സെക്കൻഡ്സ് റെക്കോർഡ് ചെയ്യും. അല്ല, 10 സെക്കൻഡ്സ് ആണ്. ഇതില് വേറെന്താ ഉള്ളേ? അവള് ഓടിപ്പോയി. എവിടെ പോയി? അതെ, അവിടെ നിൽക്കും. ഇങ്ങോട്ട് വാ. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടി വരും. ദേ വരുന്നു. ഓ, ഇവള് വലുതാക്കാൻ ചെറുതാക്കാൻ. ഇവള് പ്രത്യേകിച്ച് വേറൊന്നും സംഭവം ഒന്നും ഇല്ലേ? പെയിന്റ് അടിക്കുന്ന സംഭവമാണല്ലോ. ഇങ്ങോട്ട് പാടി. പെയിന്റിംഗ് ഗേൾ. ഈ ടോയ് സ്കാൻ ചെയ്തപ്പോ വല്ല മാസ്ക് ഒന്നും നോക്കട്ടെ. പെയിന്റിങ്ങിന്റെ മറ്റേ തൊപ്പി, ബ്രഷ്, പെയിന്റിന്റെ ഇത്. ആഹാ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ചിരിച്ചേ. ക്യാമറ വിടും. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, നമുക്ക് വേറെ എടുക്കാം. ഇനി ഏതാ നെക്സ്റ്റ് ടോയ്? ഇനി ഒരു ഗേൾ ടോയ് എടുക്ക്. അതായിരുന്നു എനിക്ക് സംശയം. ഈ ടോയ് അതന്നെ, ഇവളെന്നെയാ. ഈ ഗേൾ ആയിരുന്നല്ലോ. പക്ഷെ നമ്മൾ അത് സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ ഈ വേണ്ടെന്ന്. അതെ, അത് ഞാനും ഡൗട്ട് അടിച്ചു നിൽക്കുന്നു. നമുക്ക് ആ കുക്കിംഗ് ഗേളിന് എടുക്കാം. ഓക്കെ, കുക്കിംഗ് ഗേൾ സ്കാൻ. ഷെഫ്. Place your character on a flat surface before scanning it. ഷെഫിന് കുക്കിംഗ് പഠിപ്പിക്കുവോ? നോക്ക്. ഇവിടെ വേറെ ഉണ്ട്. വേറെ ചിലപ്പോ ഈ തൊപ്പി ആയിരിക്കും വേറെ ചെയ്യുന്നത്. കളറിങ് ചെയ്യാം. നമുക്ക് ആദ്യം പ്ലേ ചെയ്യാം. ഷെഫിന് ഇത്തിരി വലുതാകട്ടെ. ഓക്കെ, ഇവിടെ നിൽക്ക്. ഇങ്ങോട്ട് ഓടിപ്പോലെ. ഇങ്ങോട്ട് പ്ലേ ബട്ടൺ എവിടെയാ? സൈഡിലെന്തോ മൈക്കാണല്ലോ. സംബന്ധ വേറെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. എവിടെ പോയി? ഒന്നോട് സ്കാൻ ചെയ്യാം. പ്ലേ തന്നെ മൈക്കിനുള്ളതുണ്ടല്ലേ? ആ സ്കാൻ ചെയ്തിട്ട് സംഭവം വരില്ലേ? പ്ലേ അവിടെ പ്ലേ അടിച്ച് നോക്കാം. ഹൗസിൽ പോയോ? ഓ, അവര് വീട്ടിലേക്ക് പോകും. ഓ, ഫീഡ്ബാക്ക് നമുക്ക് പിന്നെ കൊടുക്കാം. അടിക്ക് പോയേ. നമുക്കിങ്ങനെ എടുത്ത് ക്യാരക്ടറിനെ എന്നിട്ട് ആ ക്യാരക്ടർ പെയിന്റ് ചെയ്യല്ലേ? അത് പിന്നെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും. ഇമാജിനേഷൻ മാസ്ക്, ഓ ഗെയിം ഉണ്ട്. ഓ, ലെവൽ 1. അവനെ ഇടിച്ചിടണോ? ചിമ്പ അവനെ ഇടിച്ചിടൂ. ഓ, ആ ക്യാരക്ടർ വന്ന സെലക്ട് ചെയ്ത ക്യാരക്ടർ എന്താ ചെയ്യണ്ടേ? ഇതിലേക്ക് പോണ.
ഓ ഇത് ഫോർവേഡ് പ്ലേ ചെയ്യാം. യൂണിക്കോൺ. ഓ ലെവൽ കയറി. ഓ അപ്പൊ നേരത്തെ നമ്മള് മറ്റേ ആക്ടിവിറ്റീസ് ചെയ്തില്ലേ അതിന്റെ ലെവൽ ഇത് കയറി അപ്പോൾ ഇത് കിട്ടിയത്. ഓക്കെ ഓക്കെ. നമുക്ക് വേറെ നോക്കാം. വേറെ സ്കാൻ കൊറേ സെക്കൻഡ് ഓപ്പൺ ആയി. ഇതിപ്പോ നമ്മള് 2 സ്റ്റെപ്സ് എടുക്കുന്നതാണ്. നേരത്തെ 1 സ്റ്റെപ്പ് ഇല്ല. അപ്പൊ 1 ഫോർവേഡ് സ്റ്റെപ്പ് ഇട്ടു, വേറെ ഫോർവേഡ് സ്റ്റെപ്പ് ഇട്ടു. അപ്പൊ 2 ഫോർവേഡ് സ്റ്റെപ്പ് ഇടുമ്പോ ഇവിടെ എത്തും. 1 2 ഇവിടെ എത്തിയില്ലേ പ്ലേ. മങ്കി ലെവൽ കൂടി. മങ്കി 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 മങ്കി. ന്യൂ ഗ്രൗണ്ട് എന്ത് ഷീറ്റ് കിട്ടി. ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് കുറെ സംഭവം തന്നെ ബിൽഡ് ചെയ്യാം. വീട് മാത്രം നമുക്കിനി വേറെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആക്ച്വലി നമ്മള് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും സ്കാൻ ചെയ്ത് ഈ ആപ്പിലാക്കി വെക്കണം അല്ലേ? എന്നിട്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും എടുത്തിട്ട് ഓരോരോ കളികൾ ചെയ്യാം ഈ ആപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ നമുക്ക് ഒരു ക്യാരക്ടർ കൂടി നോക്കാം. ഏത് നല്ലത്? ഒക്ടോപ്പസ്. നമുക്ക് ഒക്ടോപ്പസ് വെച്ച് എന്ത് ചെയ്യാൻ നോക്കട്ടെ. ഒക്ടോപ്പസ് അതുപോലെ ഇതിലിപ്പോ നമ്മള് വീഡിയോ ഇട്ടേല് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ക്യാരക്ടറിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മൾ അതിന്റെ മാത്രം വീഡിയോസ് ഇടാം. ഓ ഒക്ടോപ്പസ് വേറെ പ്ലേ ചെയ്യുന്നുണ്ട്. ബേബിയുടെ ഹൗസിൽ ഒക്ടോപ്പസ് നടക്കണ നോക്കട്ടെ. എത്ര കാലല്ലേ ഒക്ടോപ്പസിന് സംസാരിക്കുക. Come here. Sorry, come here. Come here. Go hide. Oh, ഓടിപ്പോയി. Come here. കേട്ടു. Let's dance. ഒക്ടോപ്പസ് ഡാൻസ് കളിക്കരുത്. അപ്പൊ പറഞ്ഞപ്പോ ഡാൻസ് കളിച്ചില്ലേ? ലെറ്റ്സ് ഡാൻസ്. വോയിസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഒക്ടോപ്പസ് വേറെ ചെയ്ത് നോക്കാം. ഒക്ടോപ്പസിന്റെ മാസ്ക് ഇട്ടൂടെ ജിംബെ? ഒക്ടോപ്പസിന്റെ മാസ്ക് കിട്ടി. നൈസ്. ഞാനുള്ള ഒക്ടോപ്പസ് മാസ്ക്. നമുക്ക് ഇങ്ങനെ പറക്കണ ആളുണ്ടായിരുന്നല്ലോ. ആ ഫിഷ് നോക്കൂ. ഫിഷ്. ഈ ഫിഷ് നല്ല ഭംഗിയുള്ള ഫിഷ് ആയിരുന്നു. നമുക്ക് ഈ ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിഷ് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഷ്. ബിഗ് ഡബിൾ ഫിഷ് ആണത്. ഇങ്ങോട്ട് കം. സ്പേസിന്റെ സംഭവം വന്നിട്ടില്ല. സ്പേസിന്റെ തീം ഓൾറെഡി എടുത്തു. നമ്മുടെ മേടിച്ചത് സ്പേസിന്റെ തീം ആയിരുന്നു. സ്പേസിന്റെ എഡിഷൻ ഇവിടെ വന്നു. അപ്പൊ സ്പേസിൽ സ്പേസിൽ കൊണ്ടുപോയി. ഫിഷിന് സ്പേസിലുണ്ട്. ഇതെന്നിട്ട് മതിയില്ലേ? യെസ്. ഓക്കെ, നമ്മള് വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം കളിച്ചു വരുമ്പോ ഒരു സമയമാവും. ഇവിടെ ഓരോന്നോരോന്ന് മെല്ലെ മെല്ലെ കളിക്കാൻ നമുക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് മേടിച്ചത് സ്പേസ് എഡിഷൻ ആയിരുന്നു. ബോയ്സിന്റെ. ഗേൾസിന്റെ നമുക്ക് കിട്ടിയത് ഒരു ക്യാരക്ടർ ബേസ്ഡ് എന്തോ ആയിരുന്നു. കുറെ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ എല്ലാം ചെയ്തു വരുമ്പോ ഭയങ്കര സമയം. എല്ലാം ചെയ്തു വരുമ്പോ ചിമ്പ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ചെയ്യണമെന്നോ എന്തൊരു സാധനങ്ങളല്ലേ ഇരിക്കുന്ന ചിമ്പ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് എല്ലാ പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ ടൈം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എല്ലാ പ്രാവശ്യം കിട്ടുന്ന ടോയ്സ് ഏടാക്കി കൊണ്ടിരിക്കുക. നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ
ബേബീസിന്റെ കൂടെ ഇരുന്ന് അതെ കളിക്കാം. പിള്ളേർക്ക് വേറെ നമ്മൾ ടി വി വെച്ച് പിള്ളേര് മാത്രല്ല നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലേ കളിക്കാനായിട്ട്. നമ്മള് സാധാരണ പിള്ളേര് ടി വി കാണിച്ച് അങ്ങനെ സമയം കളയുന്നില്ല. അതിന്റെ പകരം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് വെച്ച് ചെയ്തോട്ടെ. അവർക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാനും വെറൈറ്റി സാധനങ്ങളാണ്. അവർക്ക് ചിന്തിക്കാനും ഇതൊക്കെ എന്താണ് ബട്ടൺസും ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കുറെ ഇതുണ്ട്. ഗുഡ് ഹാബിറ്റ്സ് പഠിക്കാനായിട്ടുണ്ട്. ഒരു ടോപ്പിക് സ്പേസ് ടോപ്പിക് നമുക്ക് കിട്ടിയത്. അതുപോലെ കുറെ ടോപ്പിക്സും കിട്ടും. സോ കൂൾ. പറഞ്ഞു നമ്മള് കുറെ നേരം പറഞ്ഞോണ്ടിരിക്കും. സോ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ കാണാം, നമ്മുടെ ടോയ്സ് ഒക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആപ്പിന്റെ ആപ്പ് എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ടോയ്സിന്റെ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ കമന്റ് ചെയ്യാം. ഈ ടോയ് എന്തോ ഒരു സാധനം മിസൈൽ ലോഞ്ച് ചെയ്യുന്നതാണ് അതില് ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്, അറിയില്ല എങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേണേ ഷോർട്സ് ആക്കി സെപ്പറേറ്റ് നമ്മൾ ഇടാം. കൂൾ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നമ്മൾ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നായിരിക്കും. സോ കാത്തിരിക്കുക. ബൈ.